എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 ലക്ഷം വീടുകളിൽ എത്തിയ ഇന്ത്യയുടെ ചീപ്പ് കാർ ന്യൂ ഇയറിന് മാരുതി സുസുക്കിക്ക് സർപ്രൈസ് ഗിഫ്റ്റാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കിടക്കാം. അടുത്ത കാലം വരെ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയുള്ള കാർ എന്ന പദവി ലോർഡ് ആൾട്ടോയാണ് വഹിച്ചിരുന്നത് എങ്കിൽ പുതിയ GST പരിഷ്കാരങ്ങളോടുകൂടി ഈ ഒരു കിരീടം മാരുതി സുസുക്കിയുടെ മറ്റൊരു വാഹനം സ്വന്തമാക്കുകയുണ്ടായി. മറ്റാരുമല്ല, മൈക്രോ SUV സ്റ്റൈലിലുള്ള എക്സ്പ്രസോയാണ് ആ ഒരു മിടുക്കൻ. തിരക്കേറിയ നഗരങ്ങളിലൂടെ AC ഇട്ട് അനായാസം കൊണ്ടു നടക്കാവുന്ന എക്സ്പ്രസോയാണ് സ്ത്രീകളുടെ വരെ ഫേവറേറ്റ് കാറുകളിലൊന്ന്. കോമ്പാക്റ്റ് ആയിട്ടുള്ള രൂപവും ഉയർന്ന സീറ്റിംഗ് പൊസിഷനും എല്ലാമുള്ള മോഡൽ സിറ്റി ട്രാഫിക്കിലെല്ലാം തന്നെ കൊണ്ടു നടക്കുവാൻ ഈസിയാണ്. ഇപ്പോഴിതാ സുപ്രധാനമായിട്ടുള്ള നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് മാരുതി സുസുക്കിയുടെ എൻട്രി ലെവൽ വാഹനം. ആഭ്യന്തര വിപണിയിൽ 3 ലക്ഷം യൂണിറ്റുകളുടെ വിൽപ്പനാ നേട്ടമാണ് എക്സ്പ്രസോ കൈവരിച്ചിരിക്കുന്നത്. 2019 പുറത്തിറങ്ങിയത് മുതൽ മാന്യമായിട്ടുള്ള രീതിയിൽ വിറ്റഴിഞ്ഞ മോഡൽ തുടക്കത്തിൽ ഓരോ മാസവും 8,000 മുതൽ 10,000 യൂണിറ്റ് വിൽപ്പനയാണ് നേടിയിരിക്കുന്നത്. എന്നാൽ പുറത്തിറങ്ങി 45 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും നിലവിലെ പ്രതിമാസ വിൽപ്പന 2,000 യൂണിറ്റുകൾക്ക് താഴെയായിട്ട് മാറിയിരിക്കുകയാണ്. എങ്കിലും ചെറിയ വിലയിൽ നല്ലൊരു ഫാമിലി കാർ തേടി നടക്കുന്നവർക്ക് ഇപ്പോഴും എക്സ്പ്രസോ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ചെറുകാറുകളുടെ GST 28% നിന്ന് 18% കുറച്ചതോടുകൂടി വിലയും ഗണ്യമായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. 6 എയർ ബാഗ് ഇല്ല എങ്കിലും ഡ്യുവൽ എയർ ബാഗുകളുടെ സപ്പോർട്ട് കാറിനുണ്ട്. 3.49 ലക്ഷം രൂപ മുതൽ 5.24 ലക്ഷം രൂപ വരെയാണ് മോഡലിനായിട്ട് ഇന്ത്യയിൽ മുടക്കേണ്ടി വരുന്ന എക്സ്-ഷോറൂം വില. എല്ലാ മാസവും കാറിന് 50,000 രൂപയോളം ഓഫറുകളും ആനുകൂല്യങ്ങളും നൽകി കൂടുതൽ ആകർഷകമാക്കാറുണ്ട്. ഡ്യുവൽ ജെറ്റ്, ഡ്യുവൽ VVT ടെക്നോളജി ഫീച്ചറുകൾ കൂടാതെ ഇഡൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സാങ്കേതിക വിദ്യയും ഉൾക്കൊള്ളുന്ന 1 ലിറ്റർ 3 സിലിണ്ടർ K10C പെട്രോൾ എഞ്ചിനാണ് എക്സ്പ്രസോ തുടിപ്പേകുവാൻ എത്തുന്നത്. 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ AMD ട്രാൻസിഷനുമായിട്ട് ജോഡിയാക്കിയിരിക്കുന്ന എഞ്ചിന് 66 bhp പവറിൽ 89 Nm ടോർക്ക് വരെ നൽകുവാൻ ശേഷിയുണ്ട്. ഒപ്പം കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലും എക്സ്പ്രസോ തിരഞ്ഞെടുക്കാവുന്നതാണ്. CNGയിൽ ഓടുമ്പോൾ പെർഫോമൻസ് കുറയുമെങ്കിലും മാരുതി എക്സ്പ്രസോ സിറ്റിയിലൊന്നും മോശമാക്കാറില്ല. 5300 RPMൽ 56.69 bhp കരുത്തും 3400 RPMൽ പരമാവധി 82.1 Nm ടോർക്കും വരെയാണ് CNGയിൽ വാഹനം നൽകുന്നത്. മൈലേജിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ പെട്രോൾ മാനുവൽ 24.76 കിലോമീറ്റർ വരെ ഇന്ധനക്ഷമത ലഭിക്കുന്നതാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്കിന് 25.3 കിലോമീറ്റർ ഇന്ധനക്ഷമതയുമാണ് നൽകുന്നതെങ്കിൽ 1 കിലോഗ്രാം CNGയിൽ വാഹനത്തിന് 32.73 കിലോമീറ്റർ മൈലേജാണ് നൽകുന്നത്. എക്സ്റ്റീരിയർ കണ്ടാൽ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇന്റീരിയറിൽ നല്ല സ്പേസ് ഉള്ള എക്സ്പ്രസോയിൽ അത്യാവശ്യം 5 പേർക്ക് ഞെളിഞ്ഞിരുന്ന് പോകുവാനുള്ള സ്പേസ് ഉണ്ട്. ഫീച്ചറിലേക്ക് നോക്കിയാലും തരക്കേടില്ലാത്ത രീതിയിൽ അണിയിച്ചൊരുക്കുവാൻ മാരുതി സുസുക്കിക്ക് സാധിക്കുന്നുണ്ട്. ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും അതോടൊപ്പം തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേയും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും പവർ സ്റ്റിയറിംഗും ഫ്രണ്ട് പവർ വിൻഡോകളും കീലെസ് എൻട്രിയും റിയർ പാർസൽ ട്രേയും 60:40 സ്പ്ലിറ്റ് റിയർ സീറ്റും എന്നിവയും ഇതിൽ കിട്ടുന്നതാണ്. ഇനി എക്സ്പ്രസോയിൽ ഒരു ഫേസ് ലിഫ്റ്റ് കൂടി നൽകിയാൽ വിൽപ്പന പതിയെ ഉയർന്നു വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കൂട്ടത്തിൽ 6 എയർ ബാഗ് കൂടി വന്നാൽ സംഗതി അടിപൊളിയാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.